ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടമുള്ള കാഴ്ചയാണ്. എന്താണെന്നല്ലേ, ഇന്നിവിടെ അമ്പലത്തിൽ ആനയൂട്ടായിരുന്നു കേട്ടോ. ഒപ്പം ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ആനയുടെ കുറച്ച് 2 ഫോട്ടോസ് എടുത്ത് പിന്നെ അവിടെ നിന്ന് അമ്പലത്തിലൊക്കെ തൊഴുത് നേരെ ഗണപതി ഹോമം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. എന്നാലും അതിലൊന്ന് പങ്കെടുക്കാനൊക്കെ പറ്റി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യം ഇടുന്നത്. അങ്ങനെ ഗണപതി ഹോമം കഴിഞ്ഞ് പിന്നെ നേരെ നടന്നത് ആനയൂട്ടിൻ്റെ അവിടേക്കാണ് കേട്ടോ. ആദ്യം പോയിട്ട് ആനയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. എന്നാലും ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ ഒന്ന് ആസ്വദിച്ച് അതിനിടയ്ക്ക് എനിക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഞാൻ വഴിയേ വരും. നിങ്ങൾക്ക് എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ കിടന്ന് നടക്കുന്നതൊക്കെ കാണാനൊക്കെ ഉണ്ട്. അത് അപ്രതീക്ഷിതമായി പെട്ടുപോയതാന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ടൈം ആനയ്ക്ക് ഫസ്റ്റ് ഗജപൂജയായിരുന്നു കേട്ടോ ആന. അത് കഴിഞ്ഞിട്ട് ഇത് മറ്റേ സാവിത്രി എന്ന് പറഞ്ഞാൽ ആനേനെ കൊണ്ടുവന്നിട്ടായിരുന്നു ഗജപൂജ ചെയ്യുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ കുറുമ്പി ആനയായിരുന്നു കേട്ടോ. ഫുഡ് കണ്ടപ്പോൾ തന്നെ ആളുടെ മൈൻഡ് ഫുഡിലോട്ടങ്ങ് നീങ്ങിപ്പോയി തുടങ്ങി. തുമ്പിക്കൈയും നീട്ടും, വായും തുറന്നു പിടിക്കും, എവിടെ വെക്കണേ വെച്ചാൽ കിട്ടിക്കോട്ടെ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പുള്ളിക്കാരി നീണ്ട ഭാവം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവരാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങോട്ട് നീങ്ങ് ഇങ്ങോട്ട് നീങ്ങുന്നൊക്കെ. അവളാണോ കേൾക്കണേ? ഫുഡ് കണ്ടപ്പോൾ എനിക്കിതായോ ആദ്യം എന്നുള്ള മട്ടിലാണ് അവൾ ഫുഡിന് വേണ്ടി നിൽക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ആനകൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നതൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എനിക്കും കൂടെ കൊടുക്കാൻ പറ്റിയെന്ന്. ആ ഫോട്ടോ ആണ് കേട്ടോ ഇത്. പിന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനയുടെ മുമ്പിക്കൊന്നും പോകണ്ട, അടുത്തേക്കൊന്നും പോകണ്ടെന്നൊക്കെ. അതൊക്കെ ഞാൻ അതുപോലെ തന്നെ അനുസരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടേക്ക് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.